11 മണിക്ക് കോടതി നടപടി തുടങ്ങിയ ഉടൻ തന്നെ ആദ്യം ജഡ്ജ് ചെയ്തത് ഇതിൽ ഷാരോന്റെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോടതിക്കകത്തേക്ക് കയറണം, അവരുടെ മുമ്പിൽ ഇരുന്നാണ് ഞാൻ ഈ കേസിലെ വിധി പറയുന്നത് എന്ന നിലപാട് ജഡ്ജ് എടുത്തു. അതിനുശേഷം ഇങ്ങനെ ഒരു നിലപാട് ഇതിനു മുമ്പ് ഒരു കോടതിയിലും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന കാര്യം കൂടി ജഡ്ജ് പറഞ്ഞു. ജഡ്ജിന്റെ ചേംബറിന്റെ വലതുവശത്ത് അഭിഭാഷകർ ഇരിക്കുന്ന സൈഡിൽ തന്നെ ഈ ഷാരോന്റെ അച്ഛനെയും അമ്മയെയും സഹോദരൻ ഷീമോനെയും അവിടെ ഇരുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം കോടതി നടപടികളിലേക്ക് കടന്നു. ആദ്യം പോലീസിന് അഭിനന്ദനം നൽകുകയാണ് കോടതി ചെയ്തത്. സങ്കീർണമായ കേസ് അതിനേക്കാൾ സമർത്ഥമായി അന്വേഷിച്ച കേരള പോലീസിന്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നന്ദി അറിയിക്കുന്നുവെന്ന് കോടതി പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേര് വിവരം ഞാൻ പറയുന്നില്ല, എങ്കിലും അന്വേഷണ സംഘത്തെ മുഴുവൻ നന്ദി അർപ്പിക്കുന്നുവെന്ന് കോടതി പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞത്, ഇത് സെൻസേഷണലായ കേസാണ്, പലതരത്തിൽ മാധ്യമങ്ങൾ ചർച്ച